സാങ്കേതിക വിദ്യയുടെ പുതിയ ലോകത്തേക്ക് കൗതുകത്തോടെ ചുവടുവെച്ച വിദ്യാർത്ഥികൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിന്റെ 2026-29 ബാച്ചിനായുള്ള പ്രിലിമിനറി ക്യാമ്പാണ് വിദ്യാർത്ഥികൾക്ക് അറിവിനും അനുഭവത്തിനും ഒരുപോലെ വേദിയായത്. ചിറ്റൂർ GHSS ആണ് ക്യാമ്പിന് വേദിയായത്. കൈറ്റ് മാസ്റ്റർ ട്രെയിനർ ആശയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ സബ് ജില്ലയിലെ ഏറ്റവും നല്ല ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള അവാർഡ് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിൻ്റെ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഇനി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് സ്റ്റേറ്റ് ലെവൽ 1ാം സ്ഥാനം നേടുക എന്നുള്ളതാണ്. അതിന് കഴിവുള്ള കുട്ടികളും അധ്യാപകരുമാണ് നമുക്കുള്ളത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലിറ്റിൽ കൈറ്റ്സ് എന്താണെന്നും അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നും പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്യാമ്പിന് തുടക്കം. തുടർന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് 5 പേരെ ഗ്രൂപ്പ് ലീഡർമാരായി തിരഞ്ഞെടുത്തു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികളുടെ മുഖം സ്കാൻ ചെയ്ത് അവരെ 5 ഗ്രൂപ്പുകളായി തിരിച്ചു. ഇമോ, ഫിഗർ 3, സോഫിയ, അപ്പോളോ, ഒപ്റ്റിമസ് എന്നിങ്ങനെയായിരുന്നു ഗ്രൂപ്പുകളുടെ പേരുകൾ. ആനിമേഷനും റോബോട്ടിക്സും ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെ പഠനം രസകരമാക്കി മാറ്റുകയായിരുന്നു ക്യാമ്പ്. വിദ്യാർത്ഥികൾ ഓരോ പ്രവർത്തനവും ആവേശത്തോടെ ഏറ്റെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രൂപ്പുകൾക്ക് പോയിന്റുകൾ ലഭിച്ചതോടെ മത്സരവീര്യവും ആവേശവും ഇരട്ടിയായി. എന്നാൽ ക്യാമ്പിന്റെ ലക്ഷ്യം സാങ്കേതിക വിദ്യയിൽ മാത്രം ഒതുങ്ങിയില്ല. ഓരോ പ്രവർത്തനത്തിലൂടെയും നേതൃത്വ ഗുണം, കൂട്ടായ പ്രവർത്തനം, ഉത്തരവാദിത്വ ബോധം തുടങ്ങിയ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും പരിശീലനം നൽകി. ഉച്ചയ്ക്ക് ശേഷം ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പ്രത്യേക മീറ്റിംഗും സംഘടിപ്പിച്ചു. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളും അവർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതകളും രക്ഷിതാക്കൾക്ക് പരിചയപ്പെടുത്തി. ഇതിനിടെ 9ാം ക്ലാസ്സിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ ഒരുക്കിയ ഫുട്ബോൾ പ്രമേയത്തിലുള്ള റോബോട്ടുകളും സ്കൂൾ വാർത്താപത്രവും പ്രദർശിപ്പിച്ചു. നമ്മുടെ സ്കൂളിലെ 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ചേർന്നിട്ടുള്ള സ്ക്രൈബസിൽ പ്രൊഫഷണൽ പ്രിന്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സ്ക്രൈബസിൽ തയ്യാറെടുക്കിയിട്ടുള്ള സ്കൂൾ പത്രം അതിൻ്റെ റിലീസ് നടക്കുകയുണ്ടായി. കുട്ടികൾ തന്നെ സ്ക്രൈബസിൽ ചെയ്തിട്ടുള്ള കലണ്ടർ, അതിനോടൊപ്പം തന്നെ റോബോ എക്സ്പോ, കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ള വിവിധ തരം റോബോട്ടുകൾ, ടീച്ചിങ് റോബോട്ടായിട്ടുള്ള പ്രോട്ടോടൈപ്പ് സൗരവ് ഡിസൈൻ ചെയ്തിട്ട് തയ്യാറാക്കിയിരുന്നു. നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യപ്പെടുന്ന വിവിധ തരം റോബോട്ടുകളുടെ പ്രദർശനവും നടന്നു. എല്ലാം കൊണ്ടും ക്യാമ്പ് 9 മണി മുതൽ 4 മണി വരെ ക്രിയാത്മകമായ ഒരു വേളയായിരുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു റോബോട്ടുകളുടെ പ്രവർത്തനം. ഓരോ ഗെയിംസും കളിക്കും. പിന്നെ ഇതിനെ യൂസ് ചെയ്തിരിക്കുന്ന ESP32, പിന്നെ ഒരു സ്പീക്കർ, സ്ക്രീന്, മൈക്ക്. പിന്നെ ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കോഡ് C++. അങ്ങനെ ക്യാമ്പിലെ ശ്രദ്ധേയ കാഴ്ചകളിൽ ഒന്നായി മാറിയത് വിദ്യാർത്ഥികൾ തന്നെ പരിചയപ്പെടുത്തിയ വിവിധ സാങ്കേതിക മാതൃകകളാണ്. ടീച്ചിംഗ് റോബോട്ട് മായ, പൈറ്റ് ഡിസ്പെൻസർ, സ്മാർട്ട് ഹോം, ബ്ലൈൻഡ് ക്യാപ്പ് തുടങ്ങിയവ ശ്രദ്ധ പിടിച്ചുപറ്റി. അതുകൊണ്ട് അവർക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ മുഖത്തോ തലയുടെ ഭാഗത്തോ എന്തെങ്കിലും അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും പറ്റുന്ന മാജിക് ആപ്പ്. ഇത് പറഞ്ഞാൽ സെൻസർ വെച്ചിട്ടാണ് നടക്കാവുക. ഈ സെൻസർ നമ്മുടെ തലയുടെ മുന്നിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പം തന്നെ ഡിറ്റക്ട് ചെയ്ത് ബീപ്സ് കൊണ്ട് ഉണ്ടാക്കും. ഇപ്പൊ അടുത്ത് വരുമ്പോൾ വേണ്ട ഒച്ചണ്ടാക്കും. ഇത്ര അടുത്ത് വരുമ്പോഴേക്കും അത് വെച്ചിട്ടുണ്ടാക്കും. നമുക്ക് എത്ര ദൂരം വേണമെങ്കിൽ ആക്കാൻ പറ്റും. ഇത്തിരി ദൂരെയാണെങ്കിൽ ബീപ്പ് വെച്ചോണ്ടിരിക്കും. നമ്മളിവിടെ ബോൾ വെച്ച് നോക്കുമ്പോൾ സെൻസായിട്ട് തന്നെയാണ്. ഒന്നുകൂടെ വെച്ചാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഛായാമുഖി മാസികയുടെ പ്രകാശനവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് രക്ഷിതാക്കൾക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സർവം AI-മയം എന്ന വിഷയത്തിൽ ക്ലാസും സംഘടിപ്പിച്ചു. റോബോട്ടുകളെ നേരിൽ കാണാനും അവയുടെ പ്രവർത്തനം മനസ്സിലാക്കാനും കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പുതിയ അനുഭവമായി. സാങ്കേതിക വിദ്യയെ ഭയത്തോടെ കാണാതെ അറിവോടെയും ഉത്തരവാദിത്തോടെയും ഉപയോഗിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ക്യാമ്പ്.
ലിറ്റിൽ കൈറ്റ്സിന്റെ പുതിയ ബാച്ചിന് സാങ്കേതിക അറിവിനൊപ്പം കൂട്ടായ പ്രവർത്തനത്തിന്റെയും നേതൃത്വത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ ക്യാമ്പ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മറക്കാനാവാത്ത അനുഭവമായി മാറി. റോബോട്ടുകൾ ചിലപ്പോൾ AI-യുടെ സാധ്യതകൾ തുറന്നപ്പോൾ അതോടൊപ്പം പുതിയൊരു തലമുറയുടെ സാങ്കേതിക സ്വപ്നങ്ങൾക്കാണ് ചിറകുമുളച്ചത്. UTV ന്യൂസ്, പാലക്കാട്.